വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിഗിനർ ആസനാസിൽ ലാസ്റ്റ് ആസന സീരീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അഷ്ടാംഗാസനയാണ്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എല്ലാ ആസനാസും നമ്മളുടെ ഈ ഫ്രണ്ട് ബോഡി പാർട്സിന് വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ആസനാസാണ്. ഫസ്റ്റ് നമുക്ക് അഷ്ടാംഗാസന ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നേരെ നമ്മൾ ടേബിളിലോട്ട് വരണം. ടേബിളിൽ വന്നതിന് ശേഷം നമ്മൾ നേരെ ഫലകാസനയിലോട്ട് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാല് രണ്ടും ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നമ്മളുടെ രണ്ട് നീസും ആദ്യം ഡ്രോപ്പ് ചെയ്യും. അതിനുശേഷം നമ്മുടെ എൽബോ സ്ലോലി ബെൻഡ് ചെയ്തിട്ട് ഇതേപോലെ ചെസ്റ്റും ചിന്നും ഇങ്ങനെ മുട്ടിച്ച് നമ്മുടെ ഹിപ്പ് പോർഷൻ സീലിങ്ങിലോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇങ്ങനെ ഈ ആസന കുറച്ചു നേരം ഹോൾഡ് ചെയ്യും. ഇതാണ് അഷ്ടാംഗാസന. അപ്പോൾ ഇവിടെ കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത ആസന ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് തന്നെ കാണിക്കാം. ഇവിടെ നിന്ന് നേരെ നമ്മൾ സ്ലൈഡ് ചെയ്ത് നമ്മുടെ ബോഡി റൈസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഭുജംഗാസന. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ ആസനയിലോട്ട് ഡയറക്റ്റ് വരും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മക്കരാസന വരണം. മക്കരാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഫുൾ ബോഡി റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നതിനെയാണ് മക്കരാസന എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മക്കരാസനയിൽ വന്നതിന് ശേഷം നമ്മളെ രണ്ട് കൈയും നമ്മളെ ചെസ്റ്റിന്റെ സൈഡ്സിൽ വയ്ക്കും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സ്ലോലി നമ്മളെ കൈകളിൽ രണ്ടിലും പ്രഷർ കൊടുത്തിട്ട് നമ്മുടെ ബോഡി റൈസ് ചെയ്യും. എന്നിട്ട് ഇതേപോലെ സീലിങ്ങിലോട്ട് നോക്കിയിട്ട് ഹോൾഡ് ചെയ്യും. നമ്മൾ റൈസ് ചെയ്യുമ്പോൾ നമ്മുടെ നേവൽ പോയിന്റ് വരെ നമ്മുടെ ബോഡീനെ റൈസ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ പോസ്റ്റർ ഹോൾഡ് ചെയ്യും. ഇതിനെയാണ് ഭുജംഗാസന എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത ആസന നമ്മൾ ചെയ്യുന്നത് ശലഭാസനയാണ്. സെയിം മക്കരാസനയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൈകൾ രണ്ടും നമ്മളുടെ ഈ ഒരു ഹിപ്പിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റി ഇവിടെ വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ കാലിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സ്ലോലി രണ്ട് കാലും നമ്മുടെ ഇന്നർ താഴിൽ നിന്ന് ഇതേപോലെ പൊന്തിക്കുക. എന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ശലഭാസന എന്ന് പറയുന്നത്. നമ്മളെ ലോവർ ബോഡിക്ക് നല്ലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യും ഈ ഒരു ആസനയിൽ. അപ്പൊ ഈ ആസനയും കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക, എന്നിട്ട് റിലീസ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് ടിറിയാക് ഭുജംഗാസനയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെയിം വേ നമ്മൾ ആദ്യം ഭുജംഗാസനയിലോട്ട് വരിക. ഭുജംഗാസനയിൽ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ സ്പൈനിനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മളുടെ റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹീലിലോട്ട് നോക്കിയിട്ട് ഇതേപോലെ പോസ്റ്റർ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് ബാക്കിലോട്ട് തന്നെ വരിക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതേപോലെ സ്പൈൻ ട്വിസ്റ്റ് ചെയ്ത് നമ്മളെ റൈറ്റ് ഹീലിൽ നോക്കിയിട്ട് പോസ്റ്റർ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം സാധാരണ നമ്മൾ റിലീസ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിപരീത ശലഭാസനയാണ്. അപ്പം അതും സെയിം മക്കരാസനയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ രണ്ട് കൈയും രണ്ടും പുറത്തേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യുക. കാല് രണ്ടും പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മളുടെ കാലുകളെയും അതേപോലെ കൈകളെയും ഇങ്ങനെ പൊന്തിക്കും. എന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് വിപരീത ശലഭാസന എന്ന് പറയുന്നത്. കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക, അതിനുശേഷം സാവധാനം റിലീസ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു സീരീസിലെ അവസാനത്തെ ആസനമായിട്ടുള്ള ഊർധ്വമുഖ ശ്വാനാസന ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെയിം വേ നമ്മുടെ കൈ നമ്മുടെ ചെസ്റ്റിന്റെ സൈഡിൽ വെച്ചതിന് ശേഷം ടോസിനെ പുറത്തോട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ച് ഇതേപോലെ കയ്യിൽ പ്രഷർ കൊടുത്ത് റൈസ് ചെയ്യുക. ബോഡി ഫുള്ള് റൈസ് ചെയ്യുക. നമ്മുടെ നീയും ഒക്കെ റൈസ് ചെയ്തിട്ട് ഇതേപോലെ പോസ്റ്റർ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് സാവധാനം റിലീസ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുവിധ എല്ലാ ആസനാസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഈ ഒരു ബിഗിനർ ലെവൽ ആസനാസ് എല്ലാം വെച്ചിട്ട് സീക്വൻസുകൾ ഉണ്ടാക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു റെഗുലർ 45 മിനിറ്റ് ക്ലാസ് എങ്ങനെയാണ് സ്വയം ചെയ്യുക എന്നുള്ളത് അത് ഫോളോ ചെയ്തിട്ട്
നിങ്ങൾക്ക് റെഗുലർ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും